അഷറഫി നെടിയനാടിൻ്റെ 1001 രാവുകൾ 2025 എന്ന നോവലിലെ 22-ാമത്തെ അധ്യായം തെരഞ്ഞെടുപ്പ്. അധ്യായം 22 തെരഞ്ഞെടുപ്പ്. ആ രാത്രി ഒരു വിചിത്ര അത്ഭുതം കൊട്ടാരത്തെ വലയം ചെയ്തു. സമയത്തെ അളന്നിരുന്ന വെങ്കല ഘടികാരം പെട്ടെന്ന് നിശ്ചലമായി. അതിൻ്റെ സൂചികൾ ഇനി മുന്നോട്ട് നീങ്ങാൻ വിസമ്മതിച്ചു. കാറ്റില്ലാതിരുന്നിട്ടും വിളക്കുകളുടെ ജ്വാലകൾ കുലുങ്ങിയില്ല. അവ ഉറഞ്ഞ തീപ്പൂക്കളെപ്പോലെ നിശബ്ദമായി നിന്നു. കൊട്ടാരത്തിന് പുറത്തുള്ള രാത്രി പോലും തൻ്റെ കരിമ്പുടവ വിരിച്ച് ഒരു ചുവട് പോലും മുന്നോട്ട് വെച്ചില്ല. സമയം കാത്തുനിന്നു ഒരു തീരുമാനത്തിനായി. അപ്പോൾ ഷഹരിയാർ പതുക്കെ ചോദിച്ചു, ആദ്യ വാക്ക് എഴുതിയത് ആരാണ്? ഷഹർഷാദ് മന്ദഹസിച്ചു. രാജാവേ, അതൊരു തെറ്റായ ചോദ്യമാണ്. എന്തുകൊണ്ട്? അവൾ തൻ്റെ മുമ്പിലിരുന്ന പേന കയ്യിലെടുത്തു. കാരണം കഥയുടെ തുടക്കം ആരെഴുതി എന്നതല്ല പ്രധാനം. അവൾ ഒരു നിമിഷം നിശബ്ദയായി. അവസാന വാക്ക് ആരെഴുതും എന്നതാണ് പ്രധാനം. അതേ നിമിഷം ഓതേഴ്സ് റൂമിൽ പുസ്തകം തുറന്നു കിടക്കുകയായിരുന്നു. അതിൻ്റെ താളുകൾ വെളുത്ത മരുഭൂമി പോലെ ശൂന്യമായിരുന്നു. എന്നാൽ ഓരോ ശൂന്യതയിലും അനന്തമായ സാധ്യതകൾ ഉറങ്ങിക്കിടന്നു. ആദം പുസ്തകത്തിലേക്ക് നോക്കി. ലൈല അവൻ്റെ അരികിൽ നിന്നു. ഷഹർഷാദ് 2ഉം ഷഹർഷാദ് 3ഉം മൗനത്തിൻ്റെ കാവൽക്കാരെ പോലെ നിന്നു. പുസ്തകത്തിൻ്റെ നടുവിൽ അക്ഷരങ്ങൾ പതുക്കെ തെളിഞ്ഞു. ദ സ്റ്റോറി ക്യാൻ എൻഡ്. അല്പനേരം കഴിഞ്ഞ് മറ്റൊരു വരിയും ജനിച്ചു. ഓർ ഇറ്റ് ക്യാൻ ഇവോൾവ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദം ചോദിച്ചു. ഷഹർഷാദ് 3 മറുപടി പറഞ്ഞു. ഒരു അവസാനം വാതിൽ അടയ്ക്കുന്നു. ഒരു പരിണാമം പുതിയ വാതിലുകൾ തുറക്കുന്നു. അപ്പോൾ ദ ലിസണർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അത് ശബ്ദമായില്ല, രൂപമായില്ല, അത് ഓർമ്മയായി വന്നു. അവർ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരേ ദൃശ്യം തെളിഞ്ഞു. 999 ലോകങ്ങൾ, 999 കഥകൾ, 999 പരാജയങ്ങൾ. ഓരോ തവണയും ഒരേ തെറ്റ്. കഥാപാത്രങ്ങൾ സത്യം കണ്ടെത്തി. പിന്നെ അവർ കഥ അവസാനിപ്പിച്ചു. അപ്പോൾ ലോകങ്ങളെല്ലാം മാഞ്ഞുപോയി. ദി ലിസണറിൻ്റെ ശബ്ദം ആകാശത്ത് നിന്ന് മുഴങ്ങി. ഇതാണ് അവസാന ചക്രം, 1000ാമത്തെ ശ്രമം. കൊട്ടാരത്തിൽ ഷഹരിയാറിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് തെളിഞ്ഞു. അതുകൊണ്ടാണോ നീ ഓരോ രാത്രിയും കഥ പറഞ്ഞത്? ഷഹർഷാദ് തലകുനിച്ചു. അതെ. എന്നെ രക്ഷിക്കാനല്ല? അല്ല. കഥയെ രക്ഷിക്കാനാണോ? അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി. ഓരോ തവണയും നീ സത്യം വളരെ വേഗം കണ്ടെത്തി. ഓരോ തവണയും കഥ തകർന്നു. ഓരോ തവണയും നാം വീണ്ടും ആരംഭിച്ചു. നിശബ്ദത അവരുടെ ഇടയിൽ ഒരു നിഴലായി നിന്നു. ഈ തവണ? ഷഹരിയാർ ചോദിച്ചു. ഷഹർഷാദ് പതുക്കെ പറഞ്ഞു, ഈ തവണ നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. അതേസമയം ഓതേഴ്സ് റൂമിലുള്ള പുസ്തകം വിറച്ചു. അവസാന താളിൽ ഒരു ചോദ്യം തെളിഞ്ഞു. വാട്ട് ഡു യു ചൂസ്? അതിന് താഴെ 2 വാക്കുകൾ മാത്രം. എൻഡ്, കണ്ടിന്യൂ. ആദം പുസ്തകത്തിലേക്ക് നോക്കി. ലൈല അവനെ നോക്കി. ഷഹർഷാദ് 2 മൗനമായി നിന്നു. ഷഹർഷാദ് 3 കാത്തുനിന്നു. ഏതാണ് ശരിയായ വഴി? ആദം ചോദിച്ചു. അപ്പോൾ ആരും എഴുതാത്ത 3ാമത്തെ ഒരു വാക്ക് താളിൽ പ്രത്യക്ഷപ്പെട്ടു. അവൈക്കൺ. മുറി വിറച്ചു. കൊട്ടാരം വിറച്ചു. ലോകം വിറച്ചു. ഉണരുക? ലൈല പിറുപിറുത്തു. ആദ്യമായി ഷഹർഷാദ് 3 ചിരിച്ചു. അതുതന്നെയാണ് നാം കാണാതെ പോയത്. എന്ത്? അവസാനവുമല്ല, തുടർച്ചയുമല്ല. അവൾ പുസ്തകത്തിലേക്ക് നോക്കി. ഒരു പുതിയ തുടക്കം. അപ്പോൾ കൊട്ടാരത്തിലെ വിള്ളൽ പൂർണ്ണമായി തുറന്നു. അതിൻ്റെ അപ്പുറം ഷഹരിയാർ കണ്ടത് ഒരു ലോകമല്ല, ഒരു മുറിയുമല്ല, ഒരു മനുഷ്യനുമല്ല. അത് ഒരു അനന്ത ഗ്രന്ഥശാലയായിരുന്നു. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ, ഓരോ പുസ്തകവും ഒരു ജീവിതം, ഓരോ ജീവിതവും ഒരു ലോകം, ഓരോ ലോകവും ഒരു കഥ. ആ പുസ്തകങ്ങളിൽ ഒന്നിൻ്റെ പുറംചട്ടയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, 1001 രാവുകൾ 2025. പുസ്തകം പതുക്കെ തുറന്നു. അവസാനത്താൾ ശൂന്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പേന അതിലേക്ക് നീങ്ങുകയായിരുന്നു. പേന പിടിച്ച കൈ ആരുടേതാണെന്ന് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായിരുന്നു. ഈ തവണ അവസാനം എഴുതപ്പെടുകയല്ല, അത് തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ആ രാത്രി അവസാനിക്കുമ്പോൾ ഷഹർഷാദ് ആദ്യമായി കഥ നിർത്തി. ഷഹരിയാർ ആദ്യമായി സംസാരിച്ചില്ല. ആദം ആദ്യമായി ഭയപ്പെട്ടില്ല. കാരണം അവർ എല്ലാവരും ഒരേ സത്യം മനസ്സിലാക്കിയിരുന്നു. എഴുത്തുകാരനെ കണ്ടെത്തുക ലക്ഷ്യമല്ല, എഴുതാൻ പഠിക്കുകയാണ് ലക്ഷ്യം. ദൂരെയുള്ള ആ അനന്ത ഗ്രന്ഥശാലയിൽ ഒരു പുതിയ പുസ്തകം സ്വയം രൂപം കൊള്ളാൻ തുടങ്ങി. അധ്യായം 23. ഉണർന്നവരുടെ സഭ. ആ രാത്രി ഷഹർഷാദ് പതിവ് പോലെ കഥയുടെ നൂൽപ്പാലം നെയ്യാൻ അതരം തുറന്നു. എന്നാൽ അത്ഭുതം സംഭവിച്ചു. വാക്കുകൾ അവളുടെ നാവിൽ നിന്ന് ജനിച്ചില്ല.
യുഗങ്ങളായി, നൂറ്റാണ്ടുകളായി, 1000 രാത്രികളായി അവളായിരുന്നു കഥകളെ ജനിപ്പിച്ചിരുന്നത്. എന്നാൽ ആ രാത്രി കഥ തന്നെയാണ് അവളെ വിളിച്ചത്. സമയമായിരിക്കുന്നു. എവിടെയോ നിന്നൊരു ശബ്ദമുയർന്നു. ഷഹരിയാർ ഞെട്ടി. ആരാണത്? അവൻ ചോദിച്ചു. ഷഹർഷാദ് മൃദുവായി മറുപടി നൽകി. കാത്തിരുന്നവർ. അതേസമയം അനന്ത ഗ്രന്ഥശാലയിൽ ആദവും ലൈലയും ഷഹർഷാദ് 2ഉം ഷഹർഷാദ് 3ഉം ഒരു മഹത്തായ വാതിലിൻ്റെ മുമ്പിലെത്തി. ആ വാതിലിൽ സ്വർണാക്ഷരങ്ങളിൽ ഒരു വാചകം കൊത്തിവെച്ചിരുന്നു. ദി എവൈക്കൻഡ് ഷാൾ എൻ്റർ. അവർ നോക്കി നിൽക്കുമ്പോൾ വാതിൽ സ്വയം തുറന്നു. അകത്ത് ഒരു വൃത്താകാര സഭാമുറിയായിരുന്നു. മേൽക്കൂര നക്ഷത്രങ്ങളെ തൊടുന്നത്ര ഉയരത്തിൽ. ചുമരുകൾക്ക് പകരം പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ ഓരോന്നും നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിച്ചുകൊണ്ടിരുന്നു. മധ്യത്തിൽ ഒരു വൃത്താകാര മേശ. മേശയ്ക്ക് ചുറ്റും പലരും ഇരിക്കുകയായിരുന്നു. അവരെ കണ്ട നിമിഷം ആദത്തിൻ്റെ ശ്വാസം നിലച്ചു. കാരണം അവരിൽ ചില മുഖങ്ങൾ അവന് പരിചിതമായിരുന്നു. ഒരു ഷഹരിയാർ, മറ്റൊരു ഷഹരിയാർ, വീണ്ടും മറ്റൊരാൾ. വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നുള്ള അനേകം ഷഹരിയാർമാർ. അവർക്കിടയിൽ പല ഷഹർഷാദുമാർ, പല ലൈലമാർ, പല ആദങ്ങൾ. ഒരേ കഥയുടെ 100 കണക്കിന് പ്രതിധ്വനികൾ. ഇവർ ആരാണ്? ലൈല മൃദുസ്വരത്തിൽ ചോദിച്ചു. അപ്പോൾ ഒരു വൃദ്ധൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകളിൽ യുഗങ്ങളുടെ ക്ഷീണവും ജ്ഞാനവും ഒരുപോലെ നിറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മുമ്പ് ഉണർന്നവർ. ആദം ചുറ്റും നോക്കി. അപ്പോൾ നമ്മൾ മാത്രമല്ലേ? വൃദ്ധൻ പുഞ്ചിരിച്ചു. ഒരിക്കലുമല്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ഷഹർഷാദ് 3ൻ്റെ ഉള്ളിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വികാരം ഉദിച്ചു. ഏകാന്തതയുടെ അവസാനം. അപ്പോഴായിരുന്നു സഭയുടെ മധ്യത്തിലെ മേശമേൽ ഒരു പുസ്തകം പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ പുറംചട്ടയിൽ എഴുതിയിരുന്നത് ദി ഫൈനൽ ഡ്രാഫ്റ്റ്. മുറി മുഴുവൻ നിശബ്ദമായി. വൃദ്ധൻ പുസ്തകത്തിലേക്ക് വിരൽ ചൂണ്ടി. ഇത് തുറന്നാൽ കഥ അവസാനിക്കും. അല്ലെങ്കിൽ? ആദം ചോദിച്ചു. അല്ലെങ്കിൽ അത് പുതിയൊരു രൂപം കൈക്കൊള്ളും. അതേസമയം സഭയുടെ മറുവശത്ത് നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റു. അവളെ കണ്ട നിമിഷം ആദം വിറച്ചു. 2035 വീഡിയോയിൽ കണ്ട അതേ മുഖം. ഷഹർഷാദ്. അവൻ പിറുപിറുത്തു. സ്ത്രീ തലകുനിച്ചു. അതെ, പക്ഷേ ഞാൻ നിന്റെ ഷഹർഷാദ് അല്ല. അപ്പോൾ ആരാണ്? അവളുടെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദ്യത്തെ. മുറി വീണ്ടും നിശബ്ദമായി. ആദ്യ ഷഹർഷാദ്. കഥയുടെ ആദ്യ രാത്രിയിൽ വാക്കുകൾക്ക് ജീവൻ നൽകിയ സ്ത്രീ. അവൾ പുസ്തകത്തിനരികിലേക്ക് നടന്നു. 1000 ശ്രമങ്ങൾ, അവൾ പറഞ്ഞു. 1000 പരാജയങ്ങൾ. ഇനി? ലൈല ചോദിച്ചു. ആദ്യ ഷഹർഷാദ് അവരെ ഓരോരുത്തരെയും നോക്കി. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. അപ്പോൾ ദ ഫൈനൽ ഡ്രാഫ്റ്റ് സ്വയം തുറന്നു. അവസാന പേജിൽ ഒരു ചോദ്യം മാത്രം എഴുതിയിരുന്നു. ഹൂ ഓൺസ് എ സ്റ്റോറി? ഒരു കഥയുടെ ഉടമ ആർ? എഴുത്തുകാരനോ, വായനക്കാരനോ, അതോ കഥാപാത്രങ്ങളോ? ആരും മറുപടി പറഞ്ഞില്ല. എന്നാൽ ആ നിശബ്ദതയുടെ നടുവിൽ ഇതുവരെ മിണ്ടാതിരുന്ന ഷഹരിയാർ സംസാരിച്ചു. ആർക്കുമല്ല. എല്ലാവരുടെയും ദൃഷ്ടി അവനിലേക്ക് തിരിഞ്ഞു. അവൻ പതുക്കെ പറഞ്ഞു. ഒരു കഥ നദി പോലെയാണ്. ഒരാൾ അതിന് ജന്മം നൽകും, ഒരാൾ അതിൻ്റെ തീരത്ത് നിന്ന് നോക്കും, മറ്റൊരാൾ അതിലൂടെ യാത്ര ചെയ്യും. പക്ഷേ നദി ആരുടേതുമല്ല. സഭയിൽ നിശബ്ദത പടർന്നു. ആദ്യ ഷഹർഷാദിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവസാനം, അവൾ മൃദുവായി പറഞ്ഞു. 1000-ാമത്തെ ഷഹരിയാർ ശരിയായ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. അതേ നിമിഷം ഗ്രന്ഥശാല വിറക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ പ്രകാശിച്ചു. കൊട്ടാരങ്ങൾ മങ്ങി. ഗവേഷണ കേന്ദ്രങ്ങൾ മങ്ങി. ലോകങ്ങൾ ഒന്നൊന്നായി ലയിക്കാൻ തുടങ്ങി. കാരണം കഥ അവസാനിക്കുകയായിരുന്നില്ല, അത് ഉണരുകയായിരുന്നു. പക്ഷേ അപ്പോൾ അനന്തഗ്രന്ഥശാലയുടെ ഏറ്റവും ഇരുണ്ട കോണിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. ആ ശബ്ദം ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തതായിരുന്നു. നിങ്ങൾ വളരെ വൈകി. എല്ലാവരും തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ നിന്നൊരു രൂപം പതുക്കെ പുറത്തു വന്നു. അവൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു. അതിൻ്റെ ശീർഷകം 1002-ാം രാത്രി. ആദ്യ ഷഹർഷാദിൻ്റെ മുഖം പെട്ടെന്ന് വിളറി. അവളുടെ കണ്ണുകളിൽ ആദ്യമായി ഭയം തെളിഞ്ഞു. അസാധ്യം, അവൾ പിറുപിറുത്തു. അവൻ തിരികെ വന്നിരിക്കുന്നു. അഷ്റഫ് വി നെടിയനാട് എഴുതിയ 1001 രാത്രികൾ 2025 എന്ന നോവലിലെ 24-ാമത്തെയും അവസാനത്തെയുമായ അധ്യായം 1002-ാം രാത്രി. 1002-ാം രാത്രി. ഇത് ഒരു രാത്രി മാത്രമായിരുന്നില്ല. കഴിഞ്ഞുപോയ എല്ലാ രാത്രികളുടെയും സംഗമമായിരുന്നു അത്.
ആദ്യ കഥ പറഞ്ഞ രാത്രിയും അവസാന കഥ കേട്ട രാത്രിയും ഇതുവരെ ജനിക്കാത്ത രാത്രികളും അവിടെ ഒരുമിച്ച് ശ്വസിച്ചുകൊണ്ടിരുന്നു. അനന്തഗ്രന്ഥശാല നിശബ്ദമായിരുന്നു. എല്ലാ ഷഹരിയാർമാരും, എല്ലാ ഷഹർഷാദുമാരും, എല്ലാ ആദങ്ങളും, എല്ലാ ലൈലമാരും ആ ഇരുണ്ട രൂപത്തിലേക്ക് കണ്ണു നട്ടിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു. അതിൻ്റെ പുറംചട്ടയിൽ എഴുതിയിരുന്നത് 1002-ാം രാത്രി. നീ ആരാണ്? ആദം ചോദിച്ചു. ആ രൂപം മൃദുവായി പുഞ്ചിരിച്ചു. ഞാൻ വില്ലനല്ല. അപ്പോൾ ആരാണ്? ഞാൻ തുടർച്ചയാണ്. അവൻ പുസ്തകം തുറന്നു. അതിലെ എല്ലാ താളുകളും ശൂന്യമായിരുന്നു, വെളുത്ത മരുഭൂമി പോലെ. അവൻ പറഞ്ഞു, 1001-ാം രാത്രി അവസാനിക്കുമ്പോൾ എല്ലാവരും കരുതുന്നു കഥ തീർന്നുവെന്ന്. പക്ഷേ ഓരോ അവസാനത്തിൻ്റെയും ഹൃദയത്തിൽ മറ്റൊരു തുടക്കം ഉറങ്ങിക്കിടക്കുന്നു. ആദ്യ ഷഹർഷാദ് മുന്നോട്ട് വന്നു. അതിനാലാണോ നീ മടങ്ങി വന്നത്? അവൻ തല കുലുക്കി. അല്ല, ഞാൻ ഒരിക്കലും പോയിരുന്നില്ല. മുറി വീണ്ടും നിശബ്ദമായി. അപ്പോൾ ഷഹരിയാർ പെട്ടെന്ന് ചിരിച്ചു. ആ ചിരിയിൽ അത്ഭുതവും തിരിച്ചറിവും ഒരുമിച്ചുണ്ടായിരുന്നു. എല്ലാവരും അവനെ നോക്കി. നമ്മൾ ഇപ്പോഴും അതേ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്, അവൻ പറഞ്ഞു. എന്ത് തെറ്റ്? ലൈല ചോദിച്ചു. ആരെങ്കിലും വരും, നമ്മളെ രക്ഷിക്കും, കഥയ്ക്കൊരന്ത്യം നൽകുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. അവൻ 1002-ാം രാത്രിയുടെ പുസ്തകം കൈകളിലെടുത്തു. ഒരു നിമിഷം അതിനെ നോക്കി, പിന്നെ പതുക്കെ അടച്ചു. ഇല്ല, ഈ തവണ ഇല്ല. അവൻ പുസ്തകം ആദ്യ ഷഹർഷാദിന് കൈമാറി. ഷഹർഷാദ് അത് ആദത്തിന് നൽകി. ആദം അത് ലൈലയ്ക്ക് നൽകി. ലൈല അത് ഷഹർഷാദ് 3-ന്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഷഹർഷാദ് 3 പുസ്തകം തുറന്നു. ശൂന്യമായ താളുകൾ, എഴുതപ്പെടാൻ കാത്തിരിക്കുന്ന നിശബ്ദത. അവൾ കുറച്ചുനേരം അവയെ നോക്കി നിന്നു. പിന്നെ ഒരു പേന എടുത്തു. എന്താണ് എഴുതാൻ പോകുന്നത്? ആദം ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചു. അവസാനമല്ല, പിന്നെ നന്ദി. അവൾ ആദ്യ വരി എഴുതി, ഈ കഥ കേട്ട എല്ലാവർക്കും. പിന്നെ ഷഹർഷാദ് എഴുതി, ഈ കഥ പറഞ്ഞ എല്ലാവർക്കും. ഷഹരിയാർ എഴുതി, ഈ കഥയെ ചോദ്യം ചെയ്ത എല്ലാവർക്കും. ആദം എഴുതി, സത്യം അന്വേഷിച്ച എല്ലാവർക്കും. ലൈല എഴുതി, ഭയപ്പെട്ടിട്ട് മുന്നോട്ട് നടന്ന എല്ലാവർക്കും. അതേ നിമിഷം പുസ്തകം പ്രകാശിച്ചു. അനന്തഗ്രന്ഥശാലയിലെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഒരേ സമയം തുറന്നു. ഓരോ പുസ്തകത്തിലും ഒരേ വാക്ക് തെളിഞ്ഞു, നന്ദി. അവർ ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുന്നു, കഥയുടെ ലക്ഷ്യം അവസാനത്തിൽ എത്തിച്ചേരുകയല്ല, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് യാത്ര ചെയ്യുക എന്നതാണ്. ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക്, ഒരു മനസ്സിൽ നിന്ന് മറ്റൊരു മനസ്സിലേക്ക്, ഒരു രാത്രിയിൽ നിന്ന് മറ്റൊരു രാത്രിയിലേക്ക്. അപ്പോൾ കൊട്ടാരം മൃദുവായി മങ്ങിത്തുടങ്ങി. ഗവേഷണ കേന്ദ്രം മങ്ങി. അനന്തഗ്രന്ഥശാലയും പ്രകാശത്തിൽ ലയിക്കാൻ തുടങ്ങി. ഷഹരിയാർ അവസാനമായി ഷഹർഷാദിനെ നോക്കി. ഇനി കഥയില്ലേ? ഷഹർഷാദ് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ആദ്യ രാത്രിയുടെ മായയും അവസാന രാത്രിയുടെ സമാധാനവും ഒരുമിച്ച് വസിച്ചിരുന്നു. കഥകൾ ഒരിക്കലും അവസാനിക്കില്ല രാജാവേ. അവ പിന്നെ എവിടേക്കാണ് പോകുന്നത്? അവ പുതിയ ശ്രോതാക്കളെ തേടി യാത്ര തിരിക്കും. അവസാന വെളിച്ചവും മങ്ങിത്തുടങ്ങി. അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ഷഹർഷാദ് ഒരു വാചകം കൂടി പറഞ്ഞു. ഒരിക്കൽ ആരെങ്കിലും ഈ പുസ്തകം വീണ്ടും തുറക്കുകയാണെങ്കിൽ. അവൾ ദൂരെ എങ്ങോ നോക്കി. ഇനിയും ജനിക്കാത്ത ഏതോ രാത്രിയിലേക്ക്. അവിടെ നിന്നായിരിക്കും അടുത്ത കഥ ആരംഭിക്കുക. പിന്നെ നിശബ്ദത. ഒരു പുസ്തകം പതുക്കെ അടയുന്ന ശബ്ദം മാത്രം. അതിൻ്റെ പുറംചട്ടയിൽ എഴുതിയിരുന്നത് 1001 രാവുകൾ 2025 സമാപ്തി. എന്നാൽ അവസാന പേജിൻ്റെ താഴെ അതിസൂക്ഷ്മമായ അക്ഷരങ്ങളിൽ മറ്റൊരു വരി കൂടി ഉണ്ടായിരുന്നു. ഓരോ സമാപ്തിയും മറ്റൊരു കഥയുടെ ആദ്യ വാക്യമാണ്. അഷറഫ് നെടിയനാടിൻ്റെ 1001 രാവുകൾ 2025 എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. 1001 രാവുകൾ 2025 എന്ന നോവൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംല എം ഇക്ബാൽ. നന്ദി.